ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ നാവിൽ നിന്നാണ് വരുന്നത്, ദൈവത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്, ജീവനുള്ളത്. അതിൽ എപ്പോഴും ജീവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ഈ വചനം എവിടെയെങ്കിലും ചെന്ന് വീണാൽ അവിടെ ജീവനുണ്ടാകും. നിങ്ങൾക്കറിയാമല്ലോ, ഒരു നല്ല പാടത്ത് ഒരു നെൽമണി, ഒരു വിത്ത് എന്ന് വീണാൽ അത് മുളച്ചിരിക്കും, ഇല്ലേ? നമുക്കറിയാം. അതുപോലെയാണ് ദൈവത്തിൻ്റെ വചനം. ഈ വചനം ഒരു സീഡാണ്. ഹല്ലേലൂയ. നമ്മുടെ വീടുകളിൽ സാധാരണമായി നാം ഉണക്കി അല്ലെങ്കിൽ പാകപ്പെടുത്തി വിതയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന വിത്തുകളുണ്ട്. എന്തെല്ലാം നമുക്കോ അത് കണ്ടാൽ ഇങ്ങനെ ഉണങ്ങിയിരിക്കും, ഇല്ലേ? പക്ഷേ ആ സീഡ് കൊണ്ടുപോയി നല്ല വെള്ളപ്പുള്ള നനവുള്ള പ്രതലത്തിൽ നാം അത് കുഴിച്ചിട്ടാൽ ഏതാനും ദിവസം കഴിയുമ്പോൾ ആ സീഡ് മുളയ്ക്കുന്നത് കാണാൻ കഴിയും. അത്രയും സ്ട്രോങ് ആയിട്ടുള്ളതായ അതിൻ്റെ ആ പുറംചട്ട പൊട്ടിച്ച് വിത്ത് പുറത്തേക്ക്, മുള പുറത്തേക്ക് വരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രവൃത്തി. നിങ്ങൾ ഈ വചനം സ്വീകരിച്ചാൽ, വചനത്തിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറന്നാൽ, ഈ സീഡാകുന്ന വിത്താകുന്ന വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ചെന്നിട്ട് ആ വചനം മുളയ്ക്കാൻ തുടങ്ങും. മുളച്ച വചനം അത് വളരാൻ തുടങ്ങും. വളർന്ന വചനം പുഷ്പിക്കും. ഞാൻ പറയുന്നത് ആത്മീയമായി നിങ്ങൾ ഗ്രഹിക്കൂ പ്രിയരെ. ഒരു വൃക്ഷത്തിൽ ഒരു തൈയിൽ സംഭവിക്കുന്ന പോലെ തന്നെ ഈ വചനത്തിൽ സംഭവിക്കും. വചനം വേരൂന്നും, വചനം മുളയ്ക്കും, വചനം വളരും, വചനം തളിർക്കും, വചനം പുഷ്പിക്കും, വചനം ഫലം കായ്ക്കും. ഇതുപോലെ ഒരു ആത്മീക ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളാണ്. ഒരുവൻ വചനം കേൾക്കുന്നു, വചനം ഗ്രഹിക്കുന്നു, വചനം അവൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടാൻ തുടങ്ങുന്നു. വേരിറങ്ങുന്നത് പോലെ ആ വചനം മുളയ്ക്കുന്നു, പ്രത്യാശ മുളയ്ക്കുന്നു, സ്നേഹം മുളയ്ക്കുന്നു, ഐക്യമായി മുളയ്ക്കുന്നു, കുടുംബത്തിൽ സ്വഭാവത്തിൽ മാറ്റമായി ആ വചനം മുളയ്ക്കുന്നു. പിന്നെ വചനം തളിർക്കുന്നു. എന്താണ് തളിര്? പ്രത്യാശയാണത് കാണിക്കുന്നത്. സന്തോഷം, പ്രത്യാശ, ജീവിതം മാറാൻ തുടങ്ങുന്നു. പിന്നീടോ അങ്ങനെ നിൽക്കുകയില്ല, പിന്നെ പുഷ്പിക്കും. കർത്താവിന്റെ സ്തോത്രം. പുഷ്പിക്കും. അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെ കാണിക്കുന്നു. പിന്നീട് ഫലം കായ്ക്കുന്നു. എന്താണ് ഫലം? സാക്ഷ്യങ്ങൾ പറയുന്നു, കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുന്നു, അനേകരെ കർത്താവിന് കാണിച്ചു കൊടുക്കുന്നു. ഓരോ വിത്ത് മുളച്ച് വളർന്ന് വലുതായി ഫലം കായ്ക്കുന്ന പോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ വചനമാകുന്ന വിത്ത് വന്ന് ഇറങ്ങുമ്പോൾ, വിത്ത് വന്ന് വിതയ്ക്കപ്പെടുമ്പോൾ, ആ വിത്ത് മുളച്ച് നമ്മെ ഒരു പൂർണ്ണ ആത്മീയരാക്കുന്നു, വിശുദ്ധീകരണത്തിൻ്റെ പാതയിലൂടെ നയിക്കുന്നു. കർത്താവിന് സ്തോത്രം. യജമാനന് വേണ്ടി ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷം പോലെ നാം സ്വർഗീയ യജമാനായ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നാം ഫലം കായ്ക്കുന്നവരായിത്തീരുന്നു.